അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റ് ഫണ്ടിൽ തിരിമറി നടന്നിട്ടില്ലെന്ന് സ്വതന്ത്ര ഓഡിറ്റ് റിപ്പോർട്ട്. 3300 കോടി രൂപയും സുരക്ഷിതമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളടക്കം നഷ്ടമായിട്ടില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാണ്. വിവരങ്ങളുമായി ആദർശ് ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. ആദർശ്, എല്ലാ ആശങ്കകൾക്കും അടിവരയിട്ടുകൊണ്ട് ആ ആശങ്കകൾ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റ് ഫണ്ടിൽ തിരിമറി നടന്നിട്ടില്ലെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. വിവരങ്ങൾ. നീലിമ, ഓഡിറ്റ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഈ 3300 കോടി രൂപ സുരക്ഷിതമായി തന്നെ ഉണ്ട് എന്നുള്ള കണക്ക് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഉദ്ധവ് വിഭാഗം ശിവസേനയും ഒക്കെ ആരോപിച്ചത് അയോധ്യ ക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകൾ അടക്കം കൊള്ളയടിക്കപ്പെട്ടു എന്നാണ്. ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. സഞ്ജയ് റൌത്ത് അടക്കമുള്ള ചില നേതാക്കൾ ട്രസ്റ്റിന് സംഭാവനയായി ലഭിച്ച വെള്ളി ഇഷ്ടികകൾ ഉൾപ്പെടെ കാണാനില്ല എന്നുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകൾ അടക്കമുള്ള 3300 കോടി രൂപ അതിൽ സംഭാവനകളുണ്ട്. ടെസ്റ്റിന് ലഭിച്ച മറ്റ് സാമഗ്രികൾ ഉൾപ്പെടെയുള്ള കണക്കാണ് ഈ 3300 കോടി എന്ന് പറയുന്നത്. ആ രൂപയ്ക്ക് യാതൊരു കുറവും വന്നിട്ടില്ല എന്ന് ഈ ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഫണ്ടിലും ട്രസ്റ്റിൻ്റെ സംഭാവനയിലുമൊന്നും യാതൊരുവിധ അഴിമതിയും നടന്നിട്ടില്ല എന്നുള്ളത് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ്. ഒരു സ്വകാര്യ അക്കൗണ്ടിംഗ് കമ്പനിയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. എന്തായാലും അയോധ്യ രാമക്ഷേത്രത്തിനെതിരെ, പ്രത്യേകിച്ച് രാമക്ഷേത്ര ട്രസ്റ്റിനെതിരെയൊക്കെ പ്രതിപക്ഷത്തെ ചില രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ തന്നെ പൊള്ളയാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമായിരിക്കുകയാണ്. ഒപ്പം തന്നെ ഉത്തർപ്രദേശ് സർക്കാർ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അയോധ്യയിലെ കാണിക്ക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് SIT അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അയോധ്യയിൽ നടന്നത് ഈ കാണിക്കയായി സമർപ്പിച്ച പണമാണ് അപഹരിക്കപ്പെട്ടത്. ഈ പറയുന്നത് പോലെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒക്കെ ഈ രാജ്യത്ത് മുഴുവൻ പ്രചാരണം നടത്തിയത് 2000-3000 കോടിയുടെ ക്രമക്കേട്, അവിടെ മോഷണം നടന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ തന്നെ വളരെ കൃത്യമായി SIT വ്യക്തമാക്കിയതാണ് ഈ പറയുന്നത് പോലെയുള്ള വൻ തുകകൾ മോഷ്ടിക്കപ്പെട്ടിട്ടില്ല. 80 ലക്ഷം രൂപയോളം ആ കാണിക്ക മോഷ്ടിച്ച സംഖ്യ വളരെ കൃത്യമായി SITക്ക് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്നും നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും അതിനപ്പുറം ഇന്ന് പാർലമെന്റിൽ പോലും വലിയ പ്രശ്നങ്ങൾ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ സൃഷ്ടിക്കുകയായിരുന്നു പ്രതിപക്ഷം ചെയ്തത്. അപ്പോൾ രാഷ്ട്രീയമായി ഈ വിഷയം ഉയർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ, UP സർക്കാരിനെതിരെ, അതുപോലെ BJPക്കെതിരെ വലിയ പ്രചാരണം നടത്തിയത് യഥാർത്ഥത്തിൽ പൊളിഞ്ഞു വീഴുകയല്ലേ ഉണ്ടായിരിക്കുന്നത്. നീലിമ, തീർച്ചയായിട്ടും നീലിമ പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം കൃത്യമായിട്ട് ഇതൊരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിൽ പല രാഷ്ട്രീയ പാർട്ടികളും, പ്രത്യേകിച്ച് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയുമൊക്കെ ഇതിൽ രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനുള്ള യഥാർത്ഥ കാരണമെന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. ഒപ്പം തന്നെ നമുക്കറിയാം കോൺഗ്രസ് കഴിഞ്ഞ കുറേ കാലങ്ങളായി കോൺഗ്രസിൻ്റെ നിലപാടെന്ന് പറയുന്നത് സനാതന ധർമ്മത്തിനെതിരെയുള്ള നിലപാടാണ്. അത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ആയാലും അക്കാര്യത്തിൽ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട് എന്ന് പറഞ്ഞാൽ പലപ്പോഴും സനാതനധർമ്മ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന്, സന്യാസിമാരുടെ ഭാഗത്ത് നിന്നൊക്കെ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു കൃത്യമായിട്ടുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ അയോധ്യ രാമക്ഷേത്രത്തിനെതിരെയും ഒരു ആസൂത്രിതമായ നീക്കം നടന്നത്. കാരണം നേരത്തെ തന്നെ ഈ രാമക്ഷേത്ര നിർമ്മാണത്തെ പോലും എതിർക്കുന്ന സമീപനമാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒക്കെ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ വിഷയത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. എന്നാൽ അത്തരം ആരോപണങ്ങൾ അവർ ഉന്നയിച്ച ആ ആരോപണങ്ങളൊക്കെ പൊള്ളയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുതന്നെയാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്നാൽ ഈ ക്ഷേത്രത്തിൽ നടന്ന കാണിക്ക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള SIT അന്വേഷണത്തിന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകുകയും SIT അന്വേഷണം തുടരുകയുമാണ്. യോഗി ആദിത്യനാഥ് തന്നെ കൃത്യമായിട്ട് ഇതിൽ ആരൊക്കെയാണ് കുറ്റക്കാർ എന്ന് കണ്ടെത്തിയാൽ
അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു അന്വേഷണത്തോടു കൂടി തന്നെ ഈ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളൊക്കെ തന്നെ ആരോപണങ്ങളുടെ മുനയൊടിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നാലെയാണ് അവർ പാർലമെന്റിലടക്കം ഈ രീതിയിൽ സനാതന ധർമ്മത്തെയും സന്യാസിമാരെയും അപമാനിക്കുന്ന ചില പ്രതിഷേധ പരിപാടികളുമായി രംഗത്ത് വരികയും ചെയ്തത്. നീലിമ. ശരി ആദർശ്, അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റ് ഫണ്ടിൽ തിരിമറി നടന്നിട്ടില്ലെന്ന് സ്വതന്ത്ര ഓഡിറ്റ് റിപ്പോർട്ട്. 3300 കോടി രൂപയും സുരക്ഷിതമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ആദർശാണ് ഡൽഹിയിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.